ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നും ഇന്ത്യയുടെ പ്രതിരോധ സൈനിക മേഖലയെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് 19-21 ഒരു 60 മണിക്കൂർ ഒരു സമയപരിധിയിൽ ടർക്കിയുടെ, പ്രത്യേകിച്ച് ചൈനയുടെയും ഈ മിലിറ്ററി എയർക്രാഫ്റ്റുകൾ നിരന്തരം എന്നുവെച്ചാൽ അൺയൂഷ്വലായിട്ട് ഈ പാകിസ്ഥാനിലേക്ക് ലാൻഡ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് ട്രാക്കിംഗ് റെക്കോർഡ് അനുസരിച്ചിട്ടത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ടർക്കിയുടെയും ചൈനയുടെയും പാകിസ്ഥാനായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ചൈനയാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്ന, എന്നുവെച്ചാൽ പാകിസ്ഥാൻ്റെ ആംസ് ഇമ്പോർട്ടിൽ ഏകദേശം 80% ചൈനയിൽ നിന്നാണ്. 80-81 അല്ലെങ്കിൽ ഒരു 80-85% അപ്പോൾ എന്ന് പറയുമ്പോൾ അത് നല്ലൊരു പ്രൊപ്പോർഷനാണ്. ഭൂരിഭാഗവും പാകിസ്ഥാൻ ആയുധങ്ങൾ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കുന്നത് ചൈന ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. പിന്നെ ടർക്കി അവരുടെ പ്രധാനപ്പെട്ട ഒരു ആംസ് സപ്ലയറാണ്. ഏകദേശം 2ാം സ്ഥാനത്ത് ടർക്കിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 80% കഴിഞ്ഞ് ബാക്കി 20% നമുക്കറിയാം. പാകിസ്ഥാനും അവരുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനൊന്നും വളരെ കാര്യമായിട്ടുള്ള അവർ ഈ ഡൊമസ്റ്റിക്കലി ആഭ്യന്തരമായിട്ട് അവരുടെ ഡിഫൻസ് മാനുഫാക്ചറിങ് ഒക്കെ ഉണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അവരുടെ സൈന്യത്തിന്, ഇപ്പോൾ ഇന്ത്യ പോലെ തന്നെ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ശതമാനവും ആഭ്യന്തര ഉൽപ്പാദനത്തിൽ നിന്നല്ല എന്നുള്ളതുകൊണ്ടും അവർക്ക് തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുകയും വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യം പാകിസ്ഥാനുമുണ്ട്. ഇന്ത്യയും അങ്ങനെ തന്നെയാണല്ലോ. ഇന്ത്യയും ഏകദേശം ഇന്ത്യയുടെ 80% മുകളിൽ വരുന്ന നമ്മളുടെ ഡിഫൻസ് റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മളുടെ ആയുധ ആവശ്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പറഞ്ഞാൽ റഷ്യ, ഇസ്രായേൽ, ഫ്രാൻസ്, അമേരിക്ക, ഈ പറഞ്ഞ 4 രാജ്യങ്ങളാണ് ഇന്ത്യ പ്രധാനമായിട്ടും ഇന്ത്യയുടെ ആംസ് പർച്ചേസിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ മറ്റ് പല രാജ്യങ്ങളുമായിട്ട് നമുക്ക് ഏറിയും കുറഞ്ഞും തോതിലൊക്കെ തന്നെ, ഇപ്പം ജർമ്മനിയായിട്ടുള്ള സമ്മറൈൻ ഡീൽസ് ഉണ്ട്. ഇറ്റലിയുമായിട്ടും നമുക്ക്, അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളുമായിട്ട് നമുക്ക് ഈ ആംസിൻ്റെ അല്ലെങ്കിൽ ഡിഫൻസ് പരമായിട്ടുള്ള, അതിനകത്തിൽ ഏറ്റവും മേജർ റോള് വഹിക്കുന്നത് റഷ്യയും ഇസ്രായേലും ഫ്രാൻസും അമേരിക്കയാണെന്ന് മാത്രമല്ല. അതുപോലെ തന്നെ പാകിസ്ഥാനും തീർച്ചയായിട്ടും അവരുടെ 80% ആയുധങ്ങൾ നൽകുന്നത്. ഒരു സമയത്ത് ഇന്ത്യ ഈ പറഞ്ഞ ഒരു അളവിൽ ഏകദേശം നമ്മൾ പുറമോട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു റഷ്യയിൽ നിന്ന് നമ്മൾ 70-75% അല്ലെങ്കിൽ 80% തന്നെ നമ്മൾ ആയുധങ്ങൾ വാങ്ങിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഗണ്യമായിട്ട് കുറഞ്ഞ് ഇപ്പം പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ കൂടെ പശ്ചാത്തലത്തിലായതുകൊണ്ട് ആ ഒരു അളവിലൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ആയുധ വാങ്ങൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഡിഫൻസ്, ആഭ്യന്തരമായിട്ടുള്ള ഡിഫൻസ് പ്രൊഡക്ഷനും ശരിക്കും ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സെക്ടർ. എന്നാലും നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തെ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ അത് ആ ഒരു സെക്ടർ, ആ ഒരു ഇക്കോസിസ്റ്റം വളർച്ച പ്രാപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഫോർവേഡ് മൊമെൻ്റം ഉണ്ട്. ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യങ്ങളാണ് നമ്മൾ തീർച്ചയായിട്ടും. ആംസ് നമുക്കറിയാം, അർമീനിയയ്ക്ക് ഏകദേശം നല്ല ശതമാനത്തിലുള്ള ആയുധങ്ങൾ നൽകുന്ന ഒരു രാജ്യം ഇപ്പോൾ ഇന്ത്യയാണ്. അല്ലെങ്കിൽ അർമീനിയ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. അങ്ങനെ പല രാജ്യങ്ങൾക്കും ഇന്ത്യ ഏറെയും കുറഞ്ഞൊക്കെ തോതിലൊക്കെ തന്നെ. ഇപ്പം ഫിലിപ്പീൻസിന് ബ്രഹ്മോസ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ, അവർക്കൊക്കെ ബ്രഹ്മോസ് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള മിസൈൽ സിസ്റ്റംസ്. അപ്പോൾ അതൊക്കെ നമുക്ക് വളർച്ചയുടെ ഒരു പാതയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. എന്നിരുന്നാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സ്വയം പര്യാപ്തത എന്നുള്ളൊരു അവസ്ഥയിലൊക്കെ നമുക്ക് എത്താൻ ഇനിയും നമുക്ക് കുറേ കാലം കൂടെ കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ കുറേ കാലം കൂടെ നമുക്ക് തീർച്ചയായിട്ടും ഒത്തിരി പല മേഖലകളിലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു വിഷയം എന്നല്ല ഫൈറ്റർ ജെറ്റ് എയർക്രാഫ്റ്റുകളുടെ കാര്യത്തിലാണ്. ഓക്കെ, അതിലെടുത്ത സംസാര വിഷയം. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് 19 മുതൽ 21 വരെ, അതായത് 2 ദിവസം 60 മണിക്കൂറോളം ഏകദേശം ഈ പറഞ്ഞ ടർക്കിയിൽ നിന്ന്, പ്രത്യേകിച്ചും ചൈനയുടെയൊക്കെ തന്നെ മിലിറ്ററി എയർക്രാഫ്റ്റ് പലതവണ പാകിസ്ഥാനിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് നമുക്കറിയാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും മിലിറ്ററി എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് മിലിറ്ററി പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കും.
അത് കൂടുതലായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും നമുക്കതിനെ വിലയിരുത്താൻ കഴിയുന്നത് ആയുധങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലൂടെ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ടർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മെക്ക ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ, നേരത്തെ തന്നെ നമുക്കറിയാം, അതിനു മുമ്പ് തന്നെ പാകിസ്ഥാനും ടർക്കിയും തമ്മിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞൊരു എഗ്രിമെൻറ്റിൻ്റെയും കൂടെ ബലത്തിൽ അത് തീർച്ചയായിട്ടും കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത ഉണ്ട്. ഇനിയും ഈ പറഞ്ഞൊരു മിലിറ്ററി എന്താണ് പറയുന്നത്, ഈ ഒരു ട്രാഫിക് അത് ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ കൂടാണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇതിനെ അറിയില്ല. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ എന്താണ് പറയുന്നത്, നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. നമ്മൾ സസൂക്ഷ്മതിനെ നിരീക്ഷിക്കുക എന്നുള്ളത്, എന്താണ് അതിൻ്റെ അവിടെ നടന്നത് അല്ലെങ്കിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇന്ത്യ ആയാലും പാകിസ്ഥാൻ പ്രത്യേകിച്ച് വളരെയധികം ശക്തമായിട്ട് എന്താണ് പറയുന്നത് ആയുധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയിൽ നിന്നും ഈ പറഞ്ഞ ടർക്കിയിൽ നിന്നൊക്കെ തന്നെ അവർ അത്യാധുനികമായിട്ടുള്ള ഡ്രോണുകളും മിസൈലുകളും എയർ ഡിഫൻസ് സിസ്റ്റംസും ഒക്കെ തന്നെ അവർ അക്വയർ ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുണ്ടാകുന്ന യുദ്ധത്തിൽ നമുക്ക് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിൽ കണ്ട പോലൊരു ഡൈനാമിക്സ് ആയിരിക്കത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്ത്യയും തീർച്ചയായിട്ടും അക്കാര്യത്തിലൊട്ടും പിറകിലല്ല. ഇന്ത്യയും കാര്യമായിട്ട് നമ്മൾ ആയുധവൽക്കരിക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്നാലും ഇസ്രായേലിൽ നിന്നാലും ഫ്രാൻസ്, റഷ്യ അല്ലെങ്കിൽ അതുപോലുള്ള പല രാജ്യങ്ങളിൽ നിന്നും പിന്നെ നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങളൊക്കെ തന്നെ നമ്മുടെ സേനയ്ക്ക് പിൻബലം അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഒരു ബലം നൽകുന്ന രീതിയിൽ, നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓപ്പൺ സോഴ്സ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റ അനുസരിച്ചിട്ട് അതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഈ ടർക്കിയുടെ എയർഫോഴ്സ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്, അതായത് അവരുടെ C-130 ഹെർക്കുലീസ്, അതുപോലെ തന്നെ A400 പ്ലെയിൻസ്, ഇതൊക്കെ തന്നെയാണ് പാകിസ്ഥാൻ്റെ മിലിറ്ററി ബേസിലേക്ക് ചെന്നെത്തിയത് അല്ലെങ്കിൽ പറന്നെത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അത് ടർക്കിയുടെ ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അവരുടെ ഏതൊരു എയർക്രാഫ്റ്റ് അതിലെ ഒരു എയർക്രാഫ്റ്റിൻ്റെ കോൾസൻ, അതായത് TUAF 526 എന്നുള്ള കോൾസൻ വെച്ചിട്ട് നമുക്കത് ടർക്കിഷ് എയർക്രാഫ്റ്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അത് ഈ എത്തിച്ചേർന്നത് നമ്മൾ ഈ നൂർഖാൻ അവരുടെ ബേസിനെ കുറിച്ച് നമ്മൾ ഓപ്പറേഷൻ സിന്ധുവിൽ പറഞ്ഞു. നമ്മൾ കാര്യമായിട്ട് അവരുടെ പരിക്കേൽപ്പിച്ചൊരു എയർ ബേസ് ആയിരുന്നു. അതുപോലെ തന്നെ മസ്രൂർ, അതുപോലെ തന്നെ മുറീഡ് എയർബേസ്, ഈ പറഞ്ഞ 3 എയർബേസിനെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ പറഞ്ഞ ടർക്കിഷ് എയർക്രാഫ്റ്റുകൾ അവരുടെ ഈ പറഞ്ഞ എന്താണ് പറയുന്നത് ലാൻഡിങ് നടത്തിയെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് ഇതിനകത്തിലെ കൃത്യമായിട്ട് എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് ഒരു പെട്ടെന്നുള്ളൊരു എന്താണ് പറയുന്നത് നമുക്കതിനെ ഒരു പ്രഥമദൃഷ്ടിയ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ആയുധങ്ങൾ പാകിസ്ഥാന് അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് ആയുധങ്ങൾ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയായിരിക്കും. അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഓബ്ജക്റ്റീവ് ആണെങ്കിൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഓബ്ജക്റ്റീവ് നമുക്കറിയത്തില്ല. കാരണം ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാനെ ആയുധവൽക്കരിക്കുകയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ഒരുപക്ഷെ പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടോ പാകിസ്ഥാൻ അതിൽ ഇൻവോൾവ്മെൻ്റ് ആകാനുള്ള സാധ്യതയുള്ളതുകൊണ്ടോ പാകിസ്ഥാനെ ആം ചെയ്യുവാണെന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ടർക്കിയുടെ മിലിറ്ററി എക്യുപ്മെൻറ്റ്, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ടർക്കി പാകിസ്ഥാനോട് വെക്കുന്നത് അൺമാൻഡ് ഏരിയൽ സിസ്റ്റംസാണ്, അതായത് ഡ്രോണുകൾ അത്യാധുനികമായിട്ടുള്ള. കാരണം ടർക്കി ഈ ഒരു മേഖലയിൽ വളരെ എന്താണ് പറയുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോണുകൾ നിർമ്മിക്കാൻ വളരെ കേപ്പബിലിറ്റി ഉള്ള അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്തൊരു രാജ്യമാണ്. അതുപോലെ തന്നെ എയർ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹാർഡ്വെയർസ് ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ടർക്കി നിർമ്മിക്കുന്ന ഡ്രോണുകൾ ഒക്കെ തന്നെയാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധുവിൽ ഇന്ത്യക്കെതിരെ വളരെ അധികം ഉപയോഗിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ടർക്കിയുടെ ടർക്കിയിലുള്ള കമ്പനികൾ നിർമ്മിക്കുന്ന ബെയ്ക്കാർ, അതുപോലെ തന്നെ അസീസ് ഗാർഡ്, ഈ പറഞ്ഞ ഈ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് എന്ന് പറയുന്ന ഡ്രോണുകളൊക്കെ തന്നെ ആയിരിക്കാം എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പൊതുവെ പറയുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു കൺഫർമേഷൻ ആയിട്ടില്ല. ഒരു മിലിറ്ററി എയർക്രാഫ്റ്റിൻ്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് കാരണം മിലിറ്ററി എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം സൈനികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, ഒന്നുകിൽ ട്രൂപ്സിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആയുധങ്ങൾ ട്രാഫിക് ചെയ്യാൻ വേണ്ടി ഒക്കെ തന്നെ ആയിരിക്കും മിലിറ്ററി എയർക്രാഫ്റ്റുകൾ ഉപയോഗിക്കുന്നത്.
അപ്പോൾ അങ്ങനെ മിലിറ്ററി എയർക്രാഫ്റ്റ്സിൻ്റെ അൺയൂഷ്വലായിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് അതിനെ മനസ്സിലാക്കിയപ്പോൾ തീർച്ചയായിട്ടും അത് ഒരുപക്ഷെ പാകിസ്ഥാൻ, കാരണം ട്രൂപ്പിൻ്റെ മൂവ്മെൻ്റ് ആകാനുള്ള സാധ്യതയില്ല, അപ്പോൾ പിന്നെ ആയുധങ്ങൾ പാകിസ്ഥാൻ എത്തിക്കുക എന്നുള്ളതായിരിക്കാം അതിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ടർക്കിയുടെ ഭാഗത്തുനിന്നോ ഒഫീഷ്യലായിട്ടുള്ള ഇതിനെപ്പറ്റിയുള്ളൊരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഇതെന്ത് പർപ്പസിന് വേണ്ടിയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പുറത്തു വന്നിട്ടില്ല പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ എയർക്രാഫ്റ്റിനകത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇതുപോലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആയുധങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളോ എല്ലാം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൽ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഇതൊരു മീഡിയാസിൻ്റെ ഒരു അസംഷനാണ്. മീഡിയാസിൻ്റെ അല്ല, നമ്മുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇതുപോലെ ഈ സെക്യൂരിറ്റി അനലിസ്റ്റ് അല്ലെങ്കിൽ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് പറയുന്നത് അനലൈസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എക്സ്പേർട്ട് നോളജുള്ള ആൾക്കാരൊക്കെ തന്നെ ഇമാജിൻ ചെയ്യല്ലാതെ അസസ് ചെയ്യുന്നതല്ല ഒരു പക്ഷേ ഇത് ആയുധം കൊണ്ടെത്തിക്കാൻ വേണ്ടി ചെന്ന എയർക്രാഫ്റ്റുകളായിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. ഒരു പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഫ്ലൈറ്റുകളുടെ മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ഒരു കോൺഫ്ലിക്റ്റ് ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ കോൺഫ്ലിക്റ്റിനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അൺയൂഷ്വലായിട്ടുള്ള, കാരണം രാജ്യങ്ങൾ തമ്മിൽ, അതായത് സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പുള്ള രാജ്യങ്ങൾ തമ്മിൽ ഇതുപോലുള്ള പിന്നെ ആക്ടിവിറ്റീസൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട്, നമുക്കറിയാം ഇപ്പോൾ ഏത് രാജ്യങ്ങളായാലും. പക്ഷേ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ 60 അവർ ഒരു ടൈം ഗ്യാപ്പിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റാണ് സംശയത്തിന് വഴിയെടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ടർക്കിയും പാകിസ്ഥാനും സൗദി അറേബ്യ അവരുടെ മെക്ക പാക്റ്റ് അനുസരിച്ചിട്ട് 3 രാജ്യങ്ങളും പരസ്പരം സഹായിക്കാൻ എന്താണ് പറയുന്നത് ഓബ്ലിഗേഷനുള്ളതാണ്. അപ്പോൾ ഇനി അതിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വല്ലതുമാണോ? പക്ഷേ അത് നമുക്ക് തീർച്ചയായിട്ടും അതൊരു കൃത്യമായിട്ടുള്ള അവലോകനമല്ല. കാരണം അതിനു മുമ്പും പാകിസ്ഥാനും ടർക്കിയും തമ്മിൽ നമുക്കറിയാം നല്ല ബന്ധമുണ്ടായിരുന്നു. കാരണം ഈ പാക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കരാർ വരുന്നതിന് മുമ്പ് തന്നെ ആയിരുന്നല്ലോ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതും. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിന് മുമ്പ് തന്നെ, എന്നുവെച്ചാൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ടർക്കി ഓൾറെഡി ഈ പറഞ്ഞ സെയിം നമ്മളിപ്പോൾ കണ്ട അതേ പ്രോസസ് തന്നെ അന്ന് നടക്കുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ടർക്കിയുടെ മിലിറ്ററി എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാനിലേക്ക് എത്തിച്ചെല്ലുന്നുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും അവർക്ക് ഡ്രോണുകളും അല്ലെങ്കിൽ അതുപോലുള്ള അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ നൽകാൻ വേണ്ടിയായിരുന്നു, കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണെന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇനി അതുപോലെ തന്നെ ആയിരിക്കാം ഇതെന്നാണ് പൊതുവെയുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ അവലോകനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓഗസ്റ്റ് 7-ാം തീയതിയാണല്ലോ ഈ പറഞ്ഞ 3 രാജ്യങ്ങൾ ഇത് സൈൻ ചെയ്തത്. അപ്പോൾ ഈ സൈൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഒരു രാജ്യത്തെ മറ്റേതെങ്കിലും പുറത്തുനിന്നുള്ള ഏതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ ഈ പാക്റ്റിലുള്ള കരാറിലുള്ള രാജ്യങ്ങൾ ഈ ആദ്യത്തെ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറഞ്ഞാൽ നെറ്റോയുടെ ഇതനുസരിച്ചിട്ട് അവരുടെ ആർട്ടിക്കിൾ 5 അനുസരിച്ചിട്ട് നേറ്റോയിൽ പറയുന്നത് അങ്ങനെയാണ്. നേറ്റിലെ ഏതെങ്കിലും ഒരു മെമ്പർ രാജ്യത്തെ അതിന് പുറത്തുള്ള രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ അവരെല്ലാം ഒരുമിച്ച് നിന്നിട്ട് ഈ പറഞ്ഞ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊക്കെയുള്ളതാണ് നേറ്റോയുടെ ആർട്ടിക്കിൾ 5 പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പാക്റ്റാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക് നേറ്റോ ആണെന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഒരു രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളും, ഇപ്പം 3 രാജ്യങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങളും നമ്മൾ ഒരിക്കലും ഇവിടെ കണ്ടില്ല. കാരണം സൗദി ഹൂത്തികളിൽ നിന്ന് ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ടർക്കി, ഇസ്രായേൽ, സിറിയയിലാണെങ്കിൽ തന്നെയും ടർക്കിഷ് പിന്നെ എയർബേസ് ഇസ്രായേൽ ആക്രമിക്കുകയുണ്ടായി. അന്നേരം തന്നെ ഈ പറഞ്ഞ സൗദിയോ അല്ലെങ്കിൽ പാകിസ്ഥാനൊന്നും ശക്തമായിട്ട് ഇസ്രായേലിനെതിരെ എന്താണ് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള അല്ലെങ്കിൽ ടർക്കിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്നുള്ള രീതിയിൽ ഇസ്രായേലിനെതിരെ ഒന്നും ഈ പിന്നെ ഫ്രണ്ട് ലൈനിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. അതുപോലെ തന്നെ പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഈ അഗ്രിമെൻ്റ് ആദ്യം ഒപ്പിട്ടാണ്. അപ്പോൾ തന്നെയും സൗദി ഇറാൻ്റെ പക്കൽ നിന്നുമൊക്കെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നേരിടുമ്പോഴും പാകിസ്ഥാൻ ഈ പറഞ്ഞ രീതിയിലുള്ളൊരു പ്രൊട്ടക്ഷനൊന്നും സൗദിക്ക് നൽകിയിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പറഞ്ഞൊരു പാക്റ്റ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു എഗ്രിമെൻറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇതിന് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ശരിക്കുള്ള പർപ്പസ് എന്താണെന്നുള്ളത്. കാരണം ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ഈ പറഞ്ഞ കരാറുള്ള മറ്റു രാജ്യങ്ങൾ രംഗത്തേക്ക് വന്നിട്ട് ഈ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സൗദി ഹൂത്തികളുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇറാനിൽ നിന്നുള്ള പിന്നെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതിലൊന്നും പാകിസ്ഥാൻ മിലിറ്ററിലി അവിടെ ഇൻവോൾവ്ഡ് ആയിട്ടില്ല, എൻഗേജ് ചെയ്തിട്ടില്ല. ഇപ്പോൾ
ഈ പാക്ട് ഉണ്ടായതിനു ശേഷം ഹൂത്തികളുടെ മിസൈൽ ആക്രമണങ്ങൾ സൗദിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ടർക്കിയോ പാകിസ്ഥാനോ തന്നെ ഹൂത്തിക്ക് നേരെ അല്ലെങ്കിൽ ഹൂത്തിക്കെതിരെ അണിനിരക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു മിലിറ്ററി കൗണ്ടർ അറ്റാക്ക് സൗദിക്കൊപ്പം നിന്ന് നടത്തുന്നതായിട്ടോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതായിട്ടോ ഒന്നും നമ്മൾ ഇതുവരെ നമുക്ക് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ പാക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ കരാറിൻ്റെ ശരിക്ക് ഉള്ള ഉദ്ദേശങ്ങൾ എന്താണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ടർക്കിയും പാകിസ്ഥാനും ആണ് നമുക്കറിയാം. ടർക്കിയും ചൈനയുമാണ് പാകിസ്ഥാന് നേരത്തെ ആയുധങ്ങൾ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ ചൈനയുടെ PL-15 അതുപോലെ തന്നെ PL-15 എയർ ടു എയർ മിസൈലും അതുപോലെ തന്നെ HQ-9 എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ തന്നെ മറ്റു ഒട്ടനവധി ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ വെപ്പൺ സിസ്റ്റം പാകിസ്ഥാന് ചൈനയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഓപ്പറേഷൻ സിന്ധു സമയത്ത് ഉള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ടർക്കിയുടെ പിന്നെ ബൈറക്താർ അതുപോലെ തന്നെ അസീസ് കട്ട് ഡ്രോൺസ് ഇതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോണുകളാണ് ടർക്കി നിർമ്മിച്ചിട്ടുള്ളത്. കാരണം ഇന്ന് അന്താരാഷ്ട്ര ഈ പറഞ്ഞ ഡ്രോൺ സെക്ടറിൽ ടർക്കി ഒരു മേജർ പ്ലെയറാണ് ഡ്രോൺ മാനുഫാക്ചറിങ്ങിൽ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പാകിസ്ഥാന് ഈ കോൺഫ്ലിക്റ്റ് സമയത്ത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഈ രണ്ട് രാജ്യങ്ങൾ ബാറ്റിൽ ഫീൽഡ് ഇൻഫർമേഷൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയുന്ന ഒരു ലൈവ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഈ ഇമേജസ് ഇന്ത്യയുടെ ട്രൂപ്സിനെക്കുറിച്ചും ട്രൂപ്സ് മൂവ്മെൻറ്റിനെക്കുറിച്ചൊക്കെയുള്ള ലൈവ് സാറ്റലൈറ്റ് ഇമേജസും ഇൻഫർമേഷനൊക്കെ പാകിസ്ഥാന് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ടാക്റ്റിക്കൽ സപ്പോർട്ടൊക്കെ തന്നെ പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ധു സമയത്ത് ഈ രണ്ട് രാജ്യങ്ങളും ഫ്രണ്ട് ലൈനിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന രാജ്യമാണ് ടർക്കി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഇന്ത്യയുടെ നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച എയർ ഡിഫൻസ് സിസ്റ്റവും അതുപോലെ തന്നെ റഷ്യയുടെ S-400 ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ തദ്ദേശീയമായി നമ്മൾ വികസിപ്പിച്ച ആകാശ് NG എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ വെച്ച് നമുക്ക് പാകിസ്ഥാനിൽ നിന്നും ഉള്ള ഈ പറഞ്ഞ ഏരിയൽ അറ്റാക്സിനെ ഡ്രോൺ അതുപോലെ തന്നെ മിസൈൽ മറ്റുള്ള എയർബോൺ അറ്റാക്സിനെയൊക്കെ നമുക്ക് ഫലപ്രദമായിട്ട് കൗണ്ടർ ചെയ്യാനും ന്യൂട്രലൈസ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതും എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ ആർമിയും ഈ പറഞ്ഞ S-400 ഒക്കെ തന്നെ വളരെ ഇഫക്റ്റീവായിട്ട് ഈ പറഞ്ഞ പാകിസ്ഥാനിൽ നിന്നും ലോഞ്ച് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അവർ എന്താണ് പറയുന്നത് അയച്ച ഡ്രോണുകൾക്കും അല്ലെങ്കിൽ ഈ അവരുടെ SAB 2000 എയർബോൺ എയർലി വാർണിംഗ് കൺട്രോൾ എയർക്രാഫ്റ്റ് നമുക്ക് 314 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ ഈ പറഞ്ഞ S-400 ഉപയോഗിച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിച്ചു ഇന്ത്യൻ എയർഫോഴ്സിന് എന്നൊക്കെ ഉള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഒരു എന്താണ് പറയുന്നത് ആ ഒരു പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള ഡ്രോൺ അറ്റാക്കിനെയും അല്ലെങ്കിൽ എയർബോൺ അറ്റാക്കിനെയൊക്കെ തന്നെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാനും കൗണ്ടർ ചെയ്യാനും ഒക്കെ തന്നെ സാധിച്ചു എന്നുള്ളത് ഒരു എന്താണ് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അല്ലെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ ഈ ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രോണൊന്നുമല്ലോ അയക്കുന്നത്, സ്വാം ഓഫ് ഡ്രോൺസാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ഡ്രോണുകളാണ്. ഇനിയും പാകിസ്ഥാനായിട്ട് ഉണ്ടാകാൻ പോകുന്ന യുദ്ധത്തിൽ നമ്മൾ ഏകദേശം ഒരു ദിവസം 1000-ൽ കൂടുതൽ ഡ്രോണുകളുടെ അറ്റാക്കുകൾ നേരിടേണ്ടി വരുമെന്നാണ് പൊതുവെയുള്ള പല റിപ്പോർട്ടുകളും നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നുവെച്ചാൽ ഇനിയും അപ്പം പാകിസ്ഥാൻ അതിന് സജ്ജമാകുകയാണ്. കാരണം വൻതോതിൽ അവർ ആയുധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ടർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ അവർക്ക് കിട്ടിയ വളരെ ശക്തമായിട്ടുള്ള പ്രഹരത്തിൽ നിന്നും അവർ എന്താണ് പറയുന്നത് പാഠങ്ങൾ പഠിക്കുകയും ഇനിയും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇതുപോലൊരു ഓപ്പറേഷൻ സിന്ദൂർ 2 ഉണ്ടാകുകയാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഇനിയും റെസ്പോണ്ട് ചെയ്യാൻ പോകുന്ന രീതി ഇങ്ങനെ ആയിരിക്കത്തില്ല. 1, 2 ചൈനയും ടർക്കിയും ഇതിനേക്കാളും കൂടുതൽ വളരെ അഗ്രസീവായിട്ട് പാകിസ്ഥാനെ ആം ചെയ്ത് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ ഈ ടർക്കിയുടെ മിലിറ്ററി എയർക്രാഫ്റ്റ്സിൻ്റെ ഫ്ലൈറ്റ് പാകിസ്ഥാനിലേക്കുള്ള ഫ്ലൈറ്റ് ഇത്രയ്ക്ക് നമ്മൾ എന്താണ് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആകുന്നത്. അതിന് നമുക്ക് കൂടുതൽ എന്താണ് പറയുന്നത് ഈ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മളതിനെ എന്താണ് പറയുന്നത് നോക്കിക്കാണുക. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഡിഫൻസ് നമ്മുടെ സ്റ്റേറ്റ് അത് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് അവർക്ക് അത് അറിയുകയും ചെയ്യാം ഇൻ്റലിജൻസിന്. എന്നാൽ തന്നെ നമ്മൾ കൂടുതൽ ഈ പറഞ്ഞ ടർക്കി എന്തുകൊണ്ട് പാകിസ്ഥാനെ ഇത്രയും ഇന്ത്യക്കെതിരെ ഈ ശക്തിപ്പെടുത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടർക്കി മാത്രമല്ല, ഈ ടർക്കി ആയാലും ചൈന ആയാലും അത് വെറുതെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു കോൺഫ്ലിക്റ്റിൻ്റെ വിഷയം മാത്രമല്ല. കാരണം നമുക്കറിയാം ഇന്നത്തെ
ലോകത്തെ കോൺഫ്ലിക്റ്റ് എല്ലാം തന്നെ ഇന്നല്ല പണ്ട് മുതലേ അങ്ങനെ തന്നെയായിരുന്നു. കോൺഫ്ലിക്റ്റുകളെല്ലാം തന്നെ ഇക്കണോമിക് വാസാണ് ശരിക്കും പറഞ്ഞാൽ. അൾട്ടിമേറ്റ്ലി ഒരു വാറും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വെറുതെ നടക്കുന്ന ഒരു ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഉഭയകക്ഷി പ്രശ്നങ്ങളുണ്ടാകുന്ന യുദ്ധമല്ല നമ്മൾ ജിയോ പൊളിറ്റിക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇക്കണോമിക് വാർ തന്നെയാണ്. ഇക്കണോമിക് വാർ എന്ന് പറയുമ്പോൾ അതിനകത്തിൽ റിസോഴ്സിന് വേണ്ടി ഒന്നുകിൽ നിലവിൽ കൈവശമുള്ള റിസോഴ്സ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ പുതിയ റിസോഴ്സിൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ എന്താണ് പറയുന്നത് ട്രാൻസിറ്റായിട്ടുള്ള, അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത് മറ്റൊരു ടോപ്പിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം യുദ്ധം, അപ്പം അതുപോലെ ഈ ട്രേഡ് കോറിഡോർ, എക്കണോമിക് കോറിഡോർ, ഓയിൽ ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ വിഷയങ്ങൾ, ഇതൊക്കെ തന്നെയാണ് യുദ്ധങ്ങളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ ഈ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധങ്ങളും തീർച്ചയായിട്ടും ഹമാസ് അവിടെ തീവ്രവാദ ആക്രമണം നടത്തിയ അല്ല ശരിക്കും പറഞ്ഞതിൻ്റെ കാരണം ഗാസ ഓഫ്ഷോറിലൊക്കെ ഇഷ്ടംപോലെ ഗ്യാസും ഓയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇസ്രായേലിന് കൈവശമാക്കിയിട്ട് അത് യൂറോപ്പിലേക്ക് കടത്തി കച്ചവടം ചെയ്യുക എന്നുള്ളത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു ലക്ഷ്യമാണ് ഇസ്രായേലിന്. അപ്പോൾ അതിനുവേണ്ടി തീർച്ചയായിട്ടും അവർക്ക് ഈ പലസ്തീൻ എന്ന് പറഞ്ഞ ഗാസയുടെയൊക്കെ തന്നെ നിയന്ത്രണം അവർക്ക് ഏറ്റെടുത്ത് മതിയാകത്തില്ല. അപ്പോൾ അവിടെ ടർക്കിയൊക്കെ വളരെ ഒരു തലവേദന സൃഷ്ടിക്കുന്ന, അതുപോലെ തന്നെ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ, അതുപോലെ തന്നെ അപ്പുറത്ത് ഈ ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. അപ്പോൾ ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ഇക്കണോമിക് കോറിഡോർ ഇന്ത്യയിൽ നിന്നും തുടങ്ങി UAE ജബലലി പോർട്ട്, സൗദി പോർട്ട്, പിന്നെ ഇസ്രായേൽ, ജോർദൻ വഴി യൂറോപ്പിലേക്കാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനകത്തിൽ ടർക്കിയെ സൈഡ് ലൈൻ ചെയ്തിട്ടുണ്ട് ടോട്ടലി. അതുപോലെ തന്നെ മറ്റേ ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ഇന്ത്യയിൽ നിന്ന് തുടങ്ങി ഇറാൻ്റെ ചബഹാർ പോർട്ട് വഴി റഷ്യ, റഷ്യയും ഇറാനുമാണ് അതിനകത്തിൽ, ഇന്ത്യയാണ്. അപ്പം രണ്ട് സൈഡിലും ഇന്ത്യ ഈ പറഞ്ഞ വലിയൊരു പ്രോജക്റ്റ് ഇന്ത്യ പിന്നെ വിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിനകത്തിൽ രണ്ടിലും ഈ ടർക്കിയോ അല്ലെങ്കിൽ ചൈനയോ ഒന്നും ഇൻവോൾവ് അല്ല. ചൈനയുടെ ഈ സീപെക്കിന് ഓൾട്ടർനേറ്റീവായിട്ടോ അല്ലെങ്കിൽ അവരുടെ സിൽക്ക് റോഡിന് ഓൾട്ടർനേറ്റീവായിട്ടോ പിന്നെ എൻവിഷൻ ചെയ്തിരിക്കുന്ന രണ്ട് ഇക്കണോമിക് കൊമേഴ്സ്യൽ എന്നുള്ള ട്രേഡ് കോറിഡോറാണ് ഇത് പറഞ്ഞാൽ. അപ്പോൾ ഇത് സെക്യൂർ ചെയ്യുക എന്നുള്ളത് യൂറോപ്പിലേക്ക് എത്തിക്കുക, രണ്ട് യൂറോപ്പിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഇടനാഴികൾ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും ടർക്കിക്ക് ഇതിനകത്ത് യാതൊരു റോളും ഇല്ല, ടർക്കി ഇതിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്രീസുമായിട്ടും സൈപ്രസുമായിട്ടും ഒക്കെ തന്നെ, അർമേനിയ ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ നമ്മൾ ബന്ധം വളരെ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത് ടർക്കിക്കെതിരെ. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു കോർ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ടർക്കിയും പാകിസ്ഥാനെ ഉപയോഗിച്ച്, ചൈനയും ടർക്കിയും പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ കൂടുതൽ പ്രഷർ ചെലുത്തുന്നതും ഈ പറഞ്ഞ കാരണം കൊണ്ടാണ്. അല്ലാതെ വെറുതെ ഒരു ബൈലാറ്ററൽ ഇഷ്യൂ, ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ജിയോ പൊളിറ്റിക്സും ജിയോ ഇക്കണോമിക്സും ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ലേറ്റസ്റ്റ് മൂവ്മെൻറ്റ്സ്, ടർക്കിയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള ലേറ്റസ്റ്റ് മൂവ്മെൻറ്റ്സ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തിട്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും പാകിസ്ഥാനെ ആയുധവൽക്കരിക്കുക, അല്ലെങ്കിൽ പാകിസ്ഥാൻ അത്യാധുനികമായിട്ടുള്ള ഡ്രോണുകളും മറ്റ് ആയുധ സഹായങ്ങളും കൊണ്ടെത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു തന്നെ ആയിരിക്കാം ഈ പറഞ്ഞൊരു കാര്യം സംഭവിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് പൊതുവെ മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ പൊതുവെയുള്ള വിശകലനവും ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് തൽക്കാലം ഷെയർ ചെയ്യാനുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ഓണം ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.